ഡിസൈറബിൾ ട്രൈറ്റ്സ് ഉള്ള ഒരു പുതിയ വെറൈറ്റി ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അതിനുപയോഗിക്കുന്ന 2 പ്രധാനപ്പെട്ട മെത്തേഡുകളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അത്തരം വെറൈറ്റി, ഈ 2 ടെക്നിക്കുകൾ അല്ലെങ്കിൽ ഈ 2 വെറൈറ്റീസ് നമ്മൾ പറയുന്ന പേര് സിന്തറ്റിക് വെറൈറ്റി എന്നും കോമ്പോസിറ്റ് വെറൈറ്റി എന്നുമാണ്. അപ്പൊ എന്താണ് സിന്തറ്റിക് വെറൈറ്റി, എന്താണ് കോമ്പോസിറ്റ് വെറൈറ്റി എന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഇത്. പലപ്പോഴും ഈ ക്വസ്റ്റ്യൻ അതേപടി നമ്മുടെ എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിന്തറ്റിക് വെറൈറ്റി ആൻഡ് കോമ്പോസിറ്റ് വെറൈറ്റി എന്നുള്ളതാണ് സാധാരണ ഇതിൽ ചോദിക്കാറുള്ളത്. മെത്തേഡ് അങ്ങനെ ചോദിച്ചിട്ടില്ല. അപ്പം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, എന്താണ്, വളരെ നാരോയിട്ടുള്ള വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ പർപ്പസ് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. വളരെ വ്യത്യാസമുണ്ട് അതിൻ്റെ പ്രോഡക്റ്റുകൾ തമ്മിൽ. പക്ഷെ മെത്തേഡ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും വ്യത്യാസമൊന്നും ഇല്ലല്ലോ എന്ന് നമുക്ക് തോന്നും. വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ലല്ലോ നമുക്ക് തോന്നും. പക്ഷെ രണ്ടും 2 സിറ്റുവേഷൻസിൽ ചെയ്യുന്നതാണ്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. സിന്തറ്റിക് ആൻഡ് കോമ്പോസിറ്റ് വെറൈറ്റീസ് ആണ് നമ്മുടെ ക്ലാസ്സിന്റെ വിഷയം. നമുക്ക് ആദ്യം സിന്തറ്റിക് വെറൈറ്റീസ് എന്നതിലേക്ക് പോകാം. ഇതും നമ്മൾ പറഞ്ഞതുപോലെ അതിന്റെ ഹിസ്റ്ററി ഒക്കെ എഴുതുന്നത് നല്ലതാണ്. എക്സാമിനേഷൻ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഇതേപ്പറ്റിയുള്ള അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള അറിവുണ്ട് എന്ന് തോന്നിപ്പിക്കത്തക്ക വിധത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുന്നത് നല്ലതാണ്. നേരിട്ട് എന്താണെന്ന് മാത്രം എഴുതുന്നതിനേക്കാൾ ഒരു സെന്റൻസ് ആദ്യം ഒന്ന് എഴുതിക്കൊള്ളുക. അപ്പോൾ ഒരു നല്ല കാര്യമാണ്. എന്തായാലും സിന്തറ്റിക് വെറൈറ്റി എന്ന് പറയുന്നത് വളരെ പുരാതനമായ പണ്ടുകാലത്തെ ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡാണ്. അതിന് ഇങ്ങനെ ഒരു പേര് കൊടുത്ത് അത് കൊമേഴ്സ്യലി യൂട്ടിലൈസ് ചെയ്യാം എന്ന് തെളിയിക്കപ്പെട്ടത് 1919 നോക്കുക. അതും ഏകദേശം 1 നൂറ്റാണ്ട് മുമ്പാണ് അല്ലേ. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഈ ക്രോസ് പോളിനേറ്റഡ് ക്രോപ്പിന്റെ ബ്രീഡിങ്ങിൽ ഇതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹൈബ്രിഡൈസേഷൻ കോസ്റ്റ്ലി ആയതുകൊണ്ട് പ്രധാനമായിട്ട് നടത്താറുള്ളത് ക്ലൗസ്, അൽഫാൽഫ, മെയ്സ് തുടങ്ങിയ പ്ലാന്റ്സിലൊക്കെ നടത്താറുണ്ട്. ഈവൻ നമ്മുടെ വീറ്റിൽ നടത്താറുണ്ട്. അങ്ങനെ നിരവധി സിന്തറ്റിക് വെറൈറ്റീസ് റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഇതെന്ന് ചോദിച്ചാൽ സംഭവം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. എ വെറൈറ്റി വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ക്രോസിംഗ് ഇൻ ഓൾ കോമ്പിനേഷൻ ഇൻബ്രീഡ് ലൈൻസ് ദാറ്റ് കമ്പൈൻ വെൽ വിത്ത് ഈച്ച് അതർ. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. കമ്പൈൻ വെൽ വിത്ത് ഈച്ച് അതർ എന്നുള്ളത് നമ്മൾ ആദ്യമേ ടെസ്റ്റ് ചെയ്ത് ഉറപ്പിക്കും. അതായത് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന വെറൈറ്റീസ് നല്ല വെറൈറ്റീസ്, ഹൈ ഈൽഡിങ് ആയിട്ടുള്ള ഡിസൈറബിൾ ട്രൈറ്റ്സ് ഉള്ള വെറൈറ്റീസ്, അവ പരസ്പരം നന്നായിട്ട് ക്രോസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് ആദ്യം ടെസ്റ്റ് ചെയ്ത് ഉറപ്പിക്കും. ഉറപ്പിച്ചതിന് ശേഷം പരസ്പരം സാധിക്കുന്ന എല്ലാ പോസിബിൾ കോമ്പിനേഷൻസും നമ്മൾ ട്രൈ ചെയ്യും. അപ്പോൾ നമ്മൾ അതായത് ABCDE ഇതാണെങ്കിൽ ഉള്ളതെങ്കിൽ AB-യുമായിട്ടും AC-യുമായിട്ടും AD-യുമായിട്ടും ഇങ്ങനെ കമ്പൈൻ ചെയ്യും. ബിയും സിയും തമ്മിലും ബിയും ഡി തമ്മിലും ബിയും തമ്മിലും ക്രോസ് ചെയ്യും. അങ്ങനെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ക്രോസുകളും നമ്മൾ ചെയ്യും. ചെയ്തിട്ട് ആ ക്രോസുകളിൽ നിന്ന് കിട്ടുന്ന സീഡുകൾ കളക്ട് ചെയ്യും. അത് പ്രത്യേകം അല്ല, മിക്സ്ഡ് ആയിട്ട് തന്നെയാണ് കളക്ട് ചെയ്യുക. കളക്ട് ചെയ്തിട്ട് വൺ സിന്തസൈസ്ഡ് എ സിന്തറ്റിക് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ഓപ്പൺ പോളിനേഷൻ. ഈ ക്രോസിൽ നിന്ന് കിട്ടുന്ന സീഡ്സിനെ എല്ലാം കളക്ട് ചെയ്ത് നമ്മൾ ഓപ്പൺ പോളിനേറ്റഡ് ആയിട്ട് ഒരു സ്ഥലത്ത് വളർത്തിയിട്ട്, അല്ലേ, ശ്രദ്ധിക്കണം, എ സിന്തറ്റിക് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ഓപ്പൺ പോളിനേഷൻ ഇൻ ഐസൊലേഷൻ എന്നാണ്. അതായത് നമ്മളിപ്പോൾ വളർത്തിയെടുത്ത ഈ പ്ലാന്റ്സ് മാത്രം ഒരുമിച്ച് വളർത്തുന്നു, പക്ഷെ അവയ്ക്ക് പരസ്പരം ക്രോസ് ചെയ്യാനുള്ള കഴിവുണ്ട്, പുറത്തുനിന്നുള്ളതൊന്നും അലോ ചെയ്യുന്നില്ല. ആ കണ്ടീഷനിൽ വളർത്തിയിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന വെറൈറ്റീസിനെയാണ് നമ്മൾ സിന്തറ്റിക് വെറൈറ്റി എന്ന് പറയുന്നത്. സിന്തറ്റിക് എന്ന സിന്തസിസ് എന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എല്ലാ കോമ്പിനേഷൻസും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വെറൈറ്റീസിൻ്റെയും ജീനോടൈപ്പുകൾ സിന്തസൈസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന, ക്ലബ് ചെയ്ത്, അല്ലെങ്കിൽ ക്ലബ് എന്ന വാക്കല്ല, സിന്തസൈസ് എന്ന വാക്കിനെ ഉപയോഗിക്കുക, സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വെറൈറ്റിയാണ് സിന്തറ്റിക് വെറൈറ്റി എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സ് ഉപയോഗിക്കാം ഈ സിന്തറ്റിക് വെറൈറ്റി ഉണ്ടാക്കാൻ എന്ന് ചോദിച്ചാൽ, അത് ഇൻബ്രെഡ് ലൈൻസ് ഉപയോഗിക്കാം, ക്ലോൺസ് ഉപയോഗിക്കാം, ഓപ്പൺ പോളിനേറ്റഡ് വെറൈറ്റീസ് ഉപയോഗിക്കാം. ഇങ്ങനെ എങ്ങനെയുള്ളത് ഉപയോഗിച്ചാൽ പരസ്പരം ക്രോസ് ചെയ്യാൻ പറ്റുന്ന വ്യത്യാസമുള്ളവ തമ്മിൽ എല്ലാം ഉപയോഗിച്ച് നമുക്ക് സിന്തറ്റിക് വെറൈറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എൻഡ് പ്രോഡക്ട്സ് ഓഫ് റെക്കറന്റ് സെലക്ഷൻ വിച്ച് ആർ ഓൾറെഡി ടെസ്റ്റഡ് ഫോർ GCA എന്ന് വെച്ചാൽ ജനറൽ കമ്പൈനിങ് എബിലിറ്റി എന്നുള്ളതാണ്.
ജനറൽ കമ്പൈനിങ് എബിലിറ്റി. അതായത് പരസ്പരം ഈ ജീനുകൾ പരസ്പരം കമ്പൈൻ ചെയ്യാനുള്ള എബിലിറ്റി മാത്രമാണ് നമുക്ക് ആദ്യമേ ടെസ്റ്റ് ചെയ്യേണ്ടത്. ആ ടെസ്റ്റിങ്ങിന് ശേഷം നമ്മൾ വെറൈറ്റി സെലക്ട് ചെയ്യുന്നു, അവ തമ്മിൽ പരസ്പരം മാക്സിമം ക്രോസ് ചെയ്യുന്നു. സാധാരണഗതിയിൽ സിന്തറ്റിക് വെറൈറ്റി ഉണ്ടാക്കാൻ 5 മുതൽ 8 വരെ വെറൈറ്റീസ് ആണ്, ഇൻബ്രെഡ് ലൈൻസ് ആണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ 5 മുതൽ 8 വരെ നല്ല വെറൈറ്റീസ് സെലക്ട് ചെയ്തിട്ട് അവയെ പരസ്പരം മാക്സിമം ക്രോസ് ചെയ്തിട്ട് അവയുടെ സീഡ്സ് കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിന്തറ്റിക് വെറൈറ്റി എന്ന് പറയുന്നത്. ഇന്നലെ പറഞ്ഞ മാസ് സെലക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, മാസ് സെലക്ഷനിൽ ക്രോസ് ബ്രീഡിങ് കോമൺ ആയിട്ടുള്ളതല്ല പ്ലാന്റ്സ്. അവയുടെ സെൽഫിങ് ആയിട്ടുള്ള സെൽഫ് പോളിനേഷൻ കോമൺ ആയിട്ടുള്ള പ്ലാന്റ്സിൽ ഒരു ഗ്രൂപ്പ് വളർത്തി അതിൽ നിന്ന് മാസമായിട്ട് സീഡ് കളക്ട് ചെയ്യുന്നതാണ് മാസ് സെലക്ഷൻ പറഞ്ഞത്. ഇതും ഒരുതരം മാസ് സെലക്ഷൻ ആണ്, പക്ഷെ ഇവിടെ പരസ്പരം ക്രോസ് ചെയ്യുന്ന വെറൈറ്റീസ് ഒരുമിച്ച് എല്ലാ ക്രോസിംഗ് നടത്തിയതിനു ശേഷമാണ് സീഡ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വരാമെന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ, തുടക്കത്തിൽ സിന്തറ്റിക് വെറൈറ്റിയിൽ തുടക്കത്തിൽ സെവറൽ ഹെറ്ററോസൈഗസ് കണ്ടീഷൻസ് ഉണ്ടാവും. കാരണം പരസ്പരം അവ ക്രോസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ സെലക്ട് ചെയ്ത 5 എണ്ണം പരസ്പരം ക്രോസ് ചെയ്തിരിക്കുകയാണ്. അവ അതുകൊണ്ട് ആ കിട്ടുന്ന സീഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹെറ്ററോസൈഗസ് ആയിരിക്കും. പക്ഷേ പിന്നീട് സബ്സിക്വന്റ്ലി ഈ വെറൈറ്റി ഓപ്പൺ പോളിനേറ്റഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് 1-2 തലമുറകളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരുതരം ഹോമോസൈഗോസിറ്റി ഫിക്സ് ചെയ്യപ്പെടും. ആ ജീനുകൾക്ക് സ്റ്റെബിലിറ്റി കിട്ടും എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. ദെൻ ഒത്തിരി കഴിയുമ്പോൾ കുറെ കോമ്പിനേഷൻസ് കഴിയുമ്പോൾ ഈ സ്റ്റെബിലൈസ് ചെയ്യപ്പെട്ട ജീനിൽ വീണ്ടും ആൾട്ടറേഷൻസ് വരികയും ഇൻഹറന്റ് ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് വരികയും മറ്റ് പുറത്തുനിന്നുള്ള പോളിനേഷൻസ് സംഭവിക്കാനുള്ള ചാൻസ് കൂടുകയൊക്കെ ചെയ്യുമ്പോൾ ഈ വെറൈറ്റീസിൽ വീണ്ടും ഹെറ്ററോസൈഗോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ടും കാണാം. ഇതൊരു സൈക്കിൾ പോലെയാണ്. അതായത് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള 5 മുതൽ 8 വരെ ഒരു വെറൈറ്റീസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു, അവയെല്ലാം കൊണ്ടുവരുന്നു, മാക്സിമം പോസിബിൾ കോമ്പിനേഷൻസിൽ അവയെ ക്രോസ് ചെയ്യുന്നു, സീഡ്സ് ഉണ്ടാക്കുന്നു. അപ്പോൾ അവയ്ക്ക് വ്യത്യാസമുണ്ട്, വ്യത്യസ്തമുള്ള ഒരു കോമ്പിനേഷനാണ് നമുക്ക് കിട്ടിയത്. അത് നമ്മൾ കൃഷി ചെയ്യുന്നു, വെറൈറ്റി ആയിട്ട് റിലീസ് ചെയ്യുന്നു. 1-2 തലമുറ കഴിയുമ്പോഴത്തേക്ക് ആ ക്യാരക്ടേഴ്സ് അവയെ സ്റ്റെബിലൈസ് ചെയ്യപ്പെട്ടിരിക്കും, ജീൻസ് സ്റ്റെബിലൈസ് ചെയ്യപ്പെട്ടിരിക്കും. അങ്ങനെ നമ്മൾ ആ വെറൈറ്റി ആയിട്ട് നമ്മൾ കർഷകർക്ക് കൊടുക്കുന്നു, കർഷകർ കൃഷി ചെയ്യുന്നു. അപ്പൊ യൂണിഫോം ഈൽഡും ഇതൊക്കെ ആയിരിക്കും അതുണ്ടാവുക. ഒരു ഹോമോസൈഗോസിറ്റിയിലേക്ക് അത് എത്തിച്ചേർന്നിരിക്കും. പക്ഷെ ദീർഘകാലം കൃഷി ചെയ്ത് കഴിയുമ്പോൾ ഒരു ക്രോപ്പിൽ സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന ക്രോസ് പോളിനേറ്റഡ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന ഹെറ്ററോസൈഗോസിറ്റി വീണ്ടും എറൈസ് ചെയ്യും. അപ്പൊ ആദ്യം ഒരു ഹെറ്ററോസൈഗസ് കണ്ടീഷൻ, പിന്നെ ഒരു ഹോമോസൈഗോസിറ്റിയിലേക്ക് എത്തുന്നു, വീണ്ടും ഒരു ഹെറ്ററോസൈഗോസ് കണ്ടീഷൻ എത്തുന്നു. ആ ഹെറ്ററോസൈഗോസിറ്റി ഒരു ലിമിറ്റിന്റെ അപ്പുറം പോകുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും പുതിയൊരു വെറൈറ്റിയെ പറ്റി ചിന്തിക്കേണ്ടി വരുന്നു. ഇങ്ങനെ ഒരു സൈക്കിളാണ്. ഒരു വെറൈറ്റീസിന്റെ റിലീസ് എന്ന് പറയുന്നത് ഒരു സൈക്ലിക് പ്രോസസ്സാണ്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ആണ് സിന്തറ്റിക് വെറൈറ്റീസ് ഉണ്ടാക്കുന്നത്. സിന്തറ്റിക് വെറൈറ്റി ഹാസ് ബിക്കം ഹെറ്ററോസൈഗസ് പോപ്പുലേഷൻ ഇൻ ദ ലേറ്റർ സ്റ്റേജസ് ഓഫ് കൾട്ടിവേഷൻ. ഇനി എന്തൊക്കെയാണ് സിന്തറ്റിക് വെറൈറ്റി ഉണ്ടാക്കിയെടുക്കാനുള്ള സ്റ്റെപ്പുകൾ എന്നുള്ളത്? അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുക്കേണ്ടത്, നമ്മളിപ്പോൾ ഒരു കാര്യം ഓർക്കാം, ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം, ഈ സിന്തറ്റിക് വെറൈറ്റി കോമ്പോസിറ്റ് വെറൈറ്റി തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വ്യത്യാസം ഇത് തന്നെയാണ്. സിന്തറ്റിക് വെറൈറ്റിയിൽ 5 മുതൽ 8 വരെ ഇൻബ്രെഡ് ലൈൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കോമ്പോസിറ്റ് വെറൈറ്റിയിൽ എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് സ്റ്റെപ്പിലാണ്. സിന്തറ്റിക് വെറൈറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത് ഇവാലുവേഷൻ ഓഫ് ലൈൻസ് ഫോർ GCA എന്നാണ്. GCA എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ കമ്പൈനിങ് എബിലിറ്റി എന്നുള്ളതാണ്. ജനറൽ കമ്പൈനിങ് എബിലിറ്റി വളരെ വേറെ വലിയ ഇതൊന്നുമില്ല, പഠിക്കാൻ. അത് എങ്ങനെ ഈ കമ്പൈനിങ് എബിലിറ്റി ടെസ്റ്റ് ചെയ്യാം എന്നുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ടോപ്പിക്കാണ്. പക്ഷെ സംഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. തൽക്കാലം നമുക്ക് അത്രയും മതി. എങ്ങനെ അത് ചെയ്യുന്നു, ടെസ്റ്റ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ തൽക്കാലം നോക്കുന്നില്ല, വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ സംഭവം ഇത്രയേ ഉള്ളൂ. ഈ 2 വെറൈറ്റി, ഇപ്പോൾ ABCD ഉണ്ടെങ്കിൽ എയും ബിയും തമ്മിൽ ക്രോസ് ചെയ്താൽ എത്രത്തോളം ക്യാരക്ടേഴ്സ് ഷെയർ ചെയ്യപ്പെടും, ബിയും സിയും തമ്മിൽ എത്രത്തോളം ക്യാരക്ടേഴ്സ് ഷെയർ ചെയ്യപ്പെടും, അവ തമ്മിൽ എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് ക്രോസിംഗ് നടക്കുന്നു, അവയിൽ അബോർട്ടഡ് ആയിട്ടുള്ള എംബ്രിയോസ് ഉണ്ടാവാനുള്ള ഇൻകോമ്പാറ്റബിലിറ്റിയുടെയോ സാധ്യത എത്രത്തോളം ഉണ്ട്. ഇനി കമ്പൈനിങ് നടന്നാൽ തന്നെയും കോമ്പിനേഷൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണോ ഉണ്ടാകുന്നത്, അതോ ഒന്നിന്റെ ഡോമിനൻസ് ആണോ ഉണ്ടാകുന്നത്, ഇറഗുലർ ആയിട്ടുള്ള റീകോമ്പിനന്റ് ട്രെയ്റ്റ്സ് കാണുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് പഠിക്കുന്നതിനെയാണ് നമ്മൾ ജനറൽ കമ്പൈനിങ് എബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ കമ്പൈനിങ് എബിലിറ്റി ഉള്ളവ തമ്മിൽ മാത്രമേ നമ്മൾ എപ്പോഴും ക്രോസ് ചെയ്യത്തുള്ളൂ. അതിപ്പോൾ ഹൈബ്രിഡൈസേഷൻ ആയാൽ പോലും
ഈ GCA എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്, ജനറൽ കമ്പൈനിങ് എബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ ഈ സിന്തറ്റിക് വെറൈറ്റിയിൽ നമ്മൾ എല്ലാ പോസിബിൾ കോമ്പിനേഷൻസും ക്രോസ് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നത് കൊണ്ടും ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് ലൈൻസ് മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടും ഈ GCA ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. കാരണം നമ്മൾ 5 വെറൈറ്റി എടുത്തു, 5 വെറൈറ്റിയെ പരസ്പരം ക്രോസ് ചെയ്യുന്നു, ഇതിൽ 2 എണ്ണം ഇൻകോമ്പാറ്റബിൾ ആയിട്ട് മറ്റതുമായിട്ട് ചേരാതെ നിൽക്കുന്നതാണെങ്കിൽ നമ്മുടെ വർക്ക് പ്രയോജനമുള്ളതായി പോകും. അതുകൊണ്ട് ജനറൽ കമ്പൈനിങ് എബിലിറ്റി പഠിക്കുക എന്നുള്ളത് സിന്തറ്റിക് വെറൈറ്റിയുടെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. അതാണ് രണ്ടാമത്തെ വ്യത്യാസം കോമ്പോസിറ്റുമായിട്ടുള്ള. പിന്നെ പ്രൊഡക്ഷൻ ഓഫ് സിന്തറ്റിക് വെറൈറ്റി, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സിന്തറ്റിക് വെറൈറ്റി, ഇത്രയാണ് പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ. അതിൽ ആദ്യത്തെ ഇവാലുവേഷൻ ഓഫ് ലൈൻസ് ഫോർ GCA അതാണ് നമ്മൾ പറഞ്ഞത്, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇൻബ്രെഡ് ലൈൻസോ ക്ലോൺസോ ഓപ്പൺ പോളിനേറ്റഡ് വെറൈറ്റി എന്ത് വേണേലും ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവാലുവേറ്റഡ് ഫോർ ജനറൽ കമ്പൈനിങ് എബിലിറ്റി ബിക്കോസ് സിന്തറ്റിക് വെറൈറ്റി എക്സ്പ്ലോയിറ്റ് ദാറ്റ് പോർഷൻ ഓഫ് ഹെറ്ററോസിസ് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ GCA. അത് പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്. ഈ പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആണ് സിന്തറ്റിക് വെറൈറ്റിയിൽ. ഹെറ്ററോസിസിനെയാണ് നമ്മൾ ഒരു പരിധിവരെ ഇവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് വ്യത്യസ്തങ്ങളായ 2 ലൈൻസിനെ ഒരുമിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു ഹെറ്ററോസിസ് ഉണ്ടാവും. ആ ഹെറ്ററോസിസിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് കൂടി ഈ സിന്തറ്റിക് വെറൈറ്റിയുടെ ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് അവ ഇത്രത്തോളം കമ്പൈൻ ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമാണ്. ദെൻ ഈ വാല്യുവേഷനുള്ള 3 മെത്തേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് വിശദമായിട്ട് നമ്മളിലേക്ക് പോകുന്നില്ല, എങ്കിലും ഒന്ന് ഓർത്തിരിക്കുക. 3 ക്രോസ്, പോളിക്രോസ്, സിംഗിൾ ക്രോസ് എന്നിങ്ങനെ 3 തരം ക്രോസുകൾ നടത്തി നോക്കിയിട്ട് അതിനെ നമ്മൾ ഒരു ടെസ്റ്റർ വെറൈറ്റിയുമായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കും. അതായത് A-B-C ഉണ്ടെങ്കിൽ എയും ബിയും സിയും തമ്മിലും എയും ബിയും തമ്മിലും എയും സിയും തമ്മിലും കമ്പൈൻ ചെയ്തിട്ട് ഇതിന്റെ കോമ്പിനേഷൻസിൽ ട്രേഡ്സ് എത്രത്തോളം ഷെയർ ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ചെയ്യും. എന്നിട്ട് ഈ ഓരോന്നിനെയും ഒരു കോമൺ ടെസ്റ്ററുമായിട്ട് ടെസ്റ്റ് ചെയ്യും. എ ആ ടെസ്റ്ററുമായിട്ട് ടെസ്റ്റ് ചെയ്യും, ബിയെ ടെസ്റ്റ് ചെയ്യും, സിയെ ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് ഇത് എല്ലാ തരത്തിലും ഇത് 3ഉം ഈക്വൽ സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഹൈ GCA വാല്യൂ എന്ന് പറയുന്നത്. അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ തന്നെയാണ്. നമ്മൾ ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്തു, അതിന്റെ പോസിറ്റീവ് വാല്യൂസും നെഗറ്റീവ് വാല്യൂസും കണ്ടെത്തുന്നു, എന്നിട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ചെയ്ത് ഒരു വാല്യൂയിൽ എത്തുകയാണ് ചെയ്യുന്നത്. അത്ര ഡീറ്റെയിലേക്ക് നമ്മൾ പോകുന്നില്ല, അതൊരു പ്രാക്ടിക്കൽ മെത്തഡോളജിയാണ്. എന്തായാലും ഇതാണ് പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ഇത് ബാക്കി അതിന്റെ സ്റ്റെപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നുള്ളതേ ഉള്ളൂ. എന്തായാലും പോളിക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പരസ്പരം ഇവ തമ്മിൽ എല്ലാ സെലക്ട് ആയിട്ടുള്ള എല്ലാം തമ്മിൽ പരസ്പരം ക്രോസ് ചെയ്തിട്ട് അവയുടെ ബെസ്റ്റ് പെർഫോമിംഗ് എന്നല്ല, അവയുടെ സക്സസ്ഫുൾ ക്രോസിംഗ് ഇവാലുവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഇൻബ്രെഡ് ലൈൻസ് ഗുഡ് GCA വാല്യൂസ് ഉള്ള ഇൻബ്രെഡ് ലൈൻസ് മാത്രം ഐഡന്റിഫൈ ചെയ്യും, അവയെ നമ്മൾ സെലക്ടഡ് ഫോർ ഡെവലപ്മെന്റ് ഓഫ് ദ സിന്തറ്റിക് വെറൈറ്റി അത് ചെയ്യുകയും ചെയ്യും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് സിന്തറ്റിക് വെറൈറ്റി എന്നാണ്. എങ്ങനെയാണ് ചെയ്യാറുള്ളത്? 2 മെത്തേഡ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ മെത്തേഡും പല പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അത്ര വിശദമായിട്ട് ചോദിച്ചിട്ടില്ല എങ്കിലും ഹൗ സിന്തറ്റിക് വെറൈറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പായിട്ട് തന്നെ എഴുതിക്കൊള്ളുക, നല്ല മാർക്ക് കിട്ടും. ഒന്നാമത്തെ സ്റ്റെപ്പ്, സിന്തറ്റിക് വെറൈറ്റി മേ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ വൺ ഓഫ് ദ 2 മെത്തേഡ്സ്. ഒന്നുമില്ല, സിമ്പിളാണ്, കാര്യമൊന്നുമില്ല. ഒന്നാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ ഈക്വൽ എമൗണ്ട് ഓഫ് സീഡ് ഫ്രം ദ പേരന്റ് ലൈൻസ്. അതായത് നമ്മൾ സെലക്ട് ചെയ്ത ഈ 5 വെറൈറ്റിയുടെ സീഡ്സ് ഈക്വൽ നമ്പർ സീഡ്സ് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഐസൊലേഷനിൽ പ്ലാന്റ് ചെയ്യും. ഐസൊലേഷൻ വെച്ചാൽ ഈ മിക്സ് ഉള്ള സീഡ്സ് പരസ്പരം ക്രോസ് ചെയ്യത്തക്ക വിധത്തിൽ പുറത്തുനിന്നുള്ളത് ഒന്നും കടന്നു വരാത്ത വിധത്തിൽ നമ്മൾ ഐസൊലേഷനിൽ കൾട്ടിവേറ്റ് ചെയ്യും. ഗ്രീൻ ഹൗസിലോ അങ്ങനെ ഐസൊലേഷൻ മെക്കാനിസം ഉപയോഗിച്ച് ഐസൊലേറ്റ് ചെയ്ത് കൃഷി ചെയ്യും. എന്നിട്ട് ഈ വെറൈറ്റീസ് തമ്മിൽ നമ്മൾ എടുത്ത സീഡുകൾ തമ്മിൽ ഓപ്പൺ പോളിനേഷൻ അലൗ ചെയ്യും. ക്രോസിംഗ് നടക്കും, ഓപ്പൺ പോളിനേഷൻ അലൗ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ പോസിബിൾ പ്രോബബിലിറ്റിയുടെ തിയറി അനുസരിച്ച് GCA വാല്യൂസ് ഈക്വൽ ആയതുകൊണ്ട് അവയുടെ എല്ലാ പോസിബിൾ കോമ്പിനേഷൻസിലും ക്രോസിംഗ് നടക്കും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ്, ഈ സീഡ്സ്, ഈ പോപ്പുലേഷനിൽ നിന്ന് കിട്ടുന്ന സീഡ്സ് ബൾക്കായിട്ട് കളക്ട് ചെയ്യും. നമ്മൾ അത് പറഞ്ഞാൽ മാസ് സെലക്ഷൻ പോലെ മാസ്സായിട്ട് ബൾക്കായിട്ട് കളക്ട് ചെയ്യും. എന്നിട്ട് അടുത്ത തലമുറ ഉണ്ടാക്കും. അതിന് നമ്മൾ സിന്തറ്റിക് 1 എന്ന അർത്ഥത്തിൽ SIN1 എന്ന് വിളിക്കും. നേരത്തെ SIN0 എന്നല്ല, SIN0 ആണ് ആദ്യത്തെ സെലക്ട് ചെയ്യുന്ന ലൈൻസ്. അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സീഡ് നമ്മൾ SIN1 ജനറേഷൻ എന്ന് പറയും. മറ്റൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്, അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ഈ സെലക്ട് ചെയ്ത 5 or 6 വെറൈറ്റീസ് all possible combinations of crossing are ensured. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രത്യേകം ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ട് ഓരോ ബ്ലോക്കിലും 2 എണ്ണം വീതം നടും.
എയും ബിയും ഒരു ബ്ലോക്കിൽ, എയും സിയും ഒരു ബ്ലോക്കിൽ, എയും ഡിയും ഒരു ബ്ലോക്കിൽ, അങ്ങനെ പിന്നെ അടുത്തതായിട്ട് ബിയും സിയും ഒരു ബ്ലോക്കിൽ, ഇങ്ങനെ ബ്ലോക്ക് തിരിച്ച് ഇവ രണ്ടും തമ്മിൽ മിക്സ് ചെയ്ത് നടും. അതായത് ഓൾ പോസിബിൾ ക്രോസസ് എമംഗ് ദ സെലക്ടഡ് ലൈൻസ് ആർ മെയ്ഡ് ഇൻ ഐസൊലേഷൻ. ഈക്വൽ എമൗണ്ട് ഓഫ് സീഡ് ഫ്രം ഈച്ച് ക്രോസ് ഈസ് കോമ്പോസിറ്റ് ടു പ്രൊഡ്യൂസ് എ സിന്തറ്റിക് വെറൈറ്റി. അങ്ങനെ നമ്മളിപ്പോൾ 6 ഉണ്ടെങ്കിൽ അതിന് എത്ര ബ്ലോക്കുകൾ വേണോ അത്ര ബ്ലോക്കുകൾ പ്രത്യേകം തിരിച്ചിട്ട് രണ്ടെണ്ണം മാത്രം മിക്സ് ചെയ്ത് ക്രോസ് ചെയ്ത് നട്ടു കഴിഞ്ഞാൽ അവ തമ്മിൽ ക്രോസിംഗ് നടന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വെറൈറ്റിയുടെ ക്രോസിംഗ് നടന്നിട്ടില്ല എന്ന സംശയം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ സീഡ്സിന്റെ മൊത്തം ഒരുമിച്ച് കളക്ട് ചെയ്യും. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ആദ്യത്തെ മെത്തേഡിൽ ഒരു വലിയ ഓപ്പൺ ഫീൽഡിൽ ഇതെല്ലാം ഒരു സീഡ്സ് മിക്സ് ചെയ്തതിനു ശേഷം നടുന്നു. രണ്ടാമത്തതിനകത്ത് പ്രത്യേകം ബ്ലോക്ക് തിരിച്ചിട്ട് ആ ബ്ലോക്കിൽ രണ്ടെണ്ണം നട്ട് അവയുടെ ക്രോസിംഗ് ഉറപ്പുവരുത്തുന്നു. എന്നിട്ട് അവയുടെ സീഡ്സ് ഒരുമിച്ച് കളക്ട് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ രണ്ട് മെത്തേഡ് ആയാലും നമുക്ക് ഇവയുടെ പരസ്പരമുള്ള ക്രോസിങ്ങും പരസ്പരമുള്ള ജീൻസിന്റെ ഷെയറിങ്ങും ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പ് വരുമ്പോൾ സിന്തറ്റിക് വെറൈറ്റി നമ്മൾ കളക്ട് ചെയ്ത സീഡ് എന്ന് പറയുന്നത് സിന്തറ്റിക് വെറൈറ്റിയുടെ സീഡ്സ് ആണ്. സിൻ 1 ജനറേഷൻ ആണ്. അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഐസൊലേഷനിലായിരിക്കണം. കാര്യം പുറത്തുനിന്നുള്ള പോളൻ ഗ്രെയിൻസ് വരാനുള്ള സാധ്യത കുറച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റീസ്, അതായത് നമ്മൾ പറഞ്ഞതുപോലെ വളരെ വലിയ അളവിൽ വേണം ഒരു വെറൈറ്റി റിലീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആവശ്യമുള്ള കർഷകർക്കെല്ലാം കൊടുക്കത്തക്ക വിധത്തിലുള്ള അളവിൽ സീഡ് പ്രൊഡ്യൂസ് ചെയ്തതിനു ശേഷമേ നമുക്കത് റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അത്രയും ഉണ്ടാക്കിയതിനു ശേഷം നമ്മൾ റിലീസ് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ്, ഈ റാൻഡം മേറ്റിംഗ് നടക്കുന്നത് കൊണ്ട് ഹെട്രോസൈഗോസിറ്റി ഇതിന്റെ ഒരു ഇൻഹറന്റ് പ്രോപ്പർട്ടി ആണെന്ന് പറയാം. പക്ഷേ കർഷകർ ഇത് കൊണ്ടുപോയി കൃഷി ചെയ്ത് തുടങ്ങി അടുത്ത 1, 2, 3 തലമുറകൾ കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഈ ഹെട്രോസൈഗോസിറ്റിയിൽ ഡിക്ലൈൻ ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവ പരസ്പരം വീണ്ടും ക്രോസ് ചെയ്യുകയാണ് അല്ലെ. ഓപ്പൺ പോളിനേഷൻ വഴി സിൻ 2, സിൻ 3, സിൻ 5 എന്നൊക്കെ വരുമ്പോഴത്തേക്ക് തന്നെ ഈ ഹെട്രോസൈഗോസിറ്റി കുറഞ്ഞു വരും. ഇതൊരു ഇക്വിലിബ്രിയം ആണ് അല്ലെ. ഇങ്ങനെ കുറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലാണ് കുറയുന്നത്. ആ സീഡിൽ കമ്പൈൻ ആണുള്ള ഒരു കോമ്പിനേഷൻ ഓഫ് സീഡ്സ് ആണെങ്കിലും മൊത്തത്തിലാണ് അവയുടെ ഹെട്രോസൈഗോസിറ്റിയിൽ കുറവ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ തലമുറ കഴിയുന്നതോറും ഹെട്രോസൈഗോസിറ്റി കുറഞ്ഞു വരും. പക്ഷെ ഏത് ലെവൽ വരെ അത് പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. കർഷകരാണ് കൃഷി ചെയ്യുന്നത്, അവർ ഐസൊലേഷനിലൊന്നും അല്ല, അവർക്ക് ഈൽഡ് മാത്രമാണ് നോട്ടം. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും? ക്രോസ് പോളിനേറ്റഡ് ക്രോപ്പ് ആയതുകൊണ്ട് മറ്റ് വെറൈറ്റീസിൽ നിന്നുള്ള പോളിനേഷൻ വരാൻ സംഭവമാണ്. അപ്പൊ ഒരുതരം എന്താ പറയുക, എക്സ്റ്റേണൽ പോളൻസ് വന്ന് ക്രോസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിനകത്ത് തന്നെ ഇൻഹറന്റ് മ്യൂട്ടേഷൻസ് ഒക്കെ സംഭവിക്കാം. അങ്ങനെ സ്വാഭാവികമായിട്ടും അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് കഴിയുമ്പോഴത്തേക്ക് ഈ ഹെട്രോസൈഗോസിറ്റി വീണ്ടും ഇൻക്രീസ് ചെയ്യുന്ന ഒരു പോയിന്റിലേക്ക് എത്തും. അപ്പോൾ ആദ്യത്തെ സിൻ 5, സിൻ 6 ഒക്കെ എത്തുമ്പോഴത്തേക്ക് ഇത് കുറഞ്ഞു വരും. പിന്നീട് സ്റ്റേബിളായിട്ട് കുറച്ചു നേരം നിൽക്കും, ആ ഇക്വിലിബ്രിയത്തിൽ നിൽക്കും. ഇക്വിലിബ്രിയം കഴിഞ്ഞിട്ട് പിന്നീട് ഓപ്പൺ പോളിനേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് പിന്നീട് ഹെട്രോസൈഗോസിറ്റി കൂടി വരും. അപ്പോൾ ഈ സിന്തറ്റിക് വെറൈറ്റി നമുക്ക് വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. കുറേ വർഷം കൾട്ടിവേറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് അവിടെ ഹെട്രോസൈഗോസിറ്റി വീണ്ടും ഉണ്ടാകുന്നു. ആ ഹെട്രോസൈഗോസിറ്റി നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്നു. അതിനകത്ത് വീണ്ടും പുതിയ ലൈൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുന്നുണ്ടോ എന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നു. അവയെ സെലക്ട് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഈ സിന്തറ്റിക് വെറൈറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സിന്തറ്റിക് വെറൈറ്റീസ് ആർ മെയിൻറ്റൈൻഡ് ബൈ ഓപ്പൺ പോളിനേറ്റഡ് സീഡ് ആൻഡ് മേ ബി ഫർദർ ഇംപ്രൂവ്ഡ് ത്രൂ പോപ്പുലേഷൻ ഇംപ്രൂവ്മെന്റ്, റിക്കറന്റ് സെലക്ഷൻ തുടങ്ങിയവയൊക്കെ നടത്തി വീണ്ടും നമുക്ക് ഇംപ്രൂവ് ചെയ്യാനും പറ്റും ഒരു ഘട്ടം കഴിയുമ്പോൾ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സിന്തറ്റിക് വെറൈറ്റി എന്ന് പറയുന്ന സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ പറയുന്നത് ആദ്യം പേരൻസിനെ സെലക്ട് ചെയ്യുന്നു, ജനറൽ കമ്പൈനിങ് എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നു, സിന്തറ്റിക് വെറൈറ്റീസ് ഇൻഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടത്തുന്നു, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നു. ഇതാണ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് നമുക്ക് ഒരു ഇല്ലസ്ട്രേഷൻ ആണ് പറഞ്ഞേക്കുന്നത്. മെത്തേഡ് 1ഉം മെത്തേഡ് 2ഉം പറഞ്ഞിട്ടുണ്ട്. മെത്തേഡ് 1ലാണെങ്കിൽ ആദ്യം ടെസ്റ്റ് ചെയ്യുന്നു, ടെസ്റ്റ് നടത്തുന്നു. ടെസ്റ്റ് ചെയ്തതിന് ശേഷം മെത്തേഡ് 1ൽ ഈ സീഡ്സ് എല്ലാം കൂടെ എടുത്ത് ഈ നമ്മൾ സെലക്ട് ചെയ്ത 5-6 എണ്ണം ഉണ്ടെങ്കിൽ ആ 5-6 എണ്ണം എല്ലാം കൂടെ ഒരുമിച്ചൊറ്റ ക്രോസ് ആയിട്ട് നടത്തുന്നു. ഓൾ പേരന്റൽ ലൈൻസ് ആർ മിക്സ്ഡ് ആൻഡ് ക്രോസ്ഡ്. ദിസ് ഇസ് ദ മെത്തേഡ് 1. മെത്തേഡ് 2 ആണെങ്കിൽ ക്രോസിംഗ് ബ്ലോക്ക് ഉണ്ടാക്കുന്നു. ഓപ്പൺ പോളിനേറ്റഡ് സീഡ് അല്ലെ, ഓൾ പോസിബിൾ ഇന്റർ ക്രോസസ് മെയ്ഡ് ആൻഡ് ഈക്വൽ സീഡ് ഫ്രം ഓൾ ദ ക്രോസസ് ആർ കോമ്പോസിറ്റഡ്. അതാണ് മെത്തേഡ് 2 എന്ന് പറയുന്നത്. അതായത് ഈ സെലക്ട് ചെയ്യപ്പെട്ടവ തമ്മിലുള്ള എല്ലാ പോസിബിൾ കോമ്പിനേഷൻസും ക്രോസ് ചെയ്യുന്നു.
അത് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നടത്തുന്നതെന്ന് അർത്ഥമില്ല അതിനകത്ത്. അവ തമ്മിൽ ക്രോസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കാത്ത വിധത്തിൽ ബ്ലോക്കായിട്ട് വളർത്തുന്നത് മനസ്സിലാക്കിയാൽ മതി. ക്രോസ് ചെയ്യുന്നു, എന്നിട്ട് അതിനകത്തുനിന്ന് ഈക്വൽ നമ്പർ ഓഫ് സീഡ്സ് എല്ലാ ക്രോസിൽ നിന്നും കളക്ട് ചെയ്യുന്നു, ഒരുമിച്ച് വളർത്തുന്നു. രണ്ടായാലും സീഡ്സ് ഒരുമിച്ച് വളർത്തുകയും സീഡ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുകയും ചെയ്ത് ഓപ്പൺ പോളിനേഷൻ വഴി സീഡ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ആണ് നമ്മുടെ സിന്തറ്റിക് വെറൈറ്റി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി സിന്തറ്റിക് വെറൈറ്റിയുടെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയുമ്പോൾ വളരെ എളുപ്പമാണ് തോന്നും. ഹൈബ്രിഡൈസേഷൻ ആയാലും പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ ഏത് ടോപ്പിക് ആയാലും ഒന്ന് ഓർത്തിരിക്കുക. ഞാൻ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗ് എന്നൊക്കെ പറയുന്നത്. വളരെ സിമ്പിളാണ്, നമുക്ക് തോന്നും എല്ലാം അറിയാവുന്ന കാര്യങ്ങളല്ല, പഠിക്കാനൊന്നും വേണ്ടി പോലും ഒന്നുമില്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന്. പക്ഷെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ട് ആ നമ്പർ ഇട്ട് ഒന്ന് ഓർത്ത് തന്നെ എഴുതുക. വെറുതെ എഴുതി പോകരുത്, കാര്യം എല്ലാവരും അങ്ങനെ എഴുതുന്നുള്ളത് കൊണ്ട് മാർക്കിന് നിശ്ചയിക്കുന്നത് എത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതുന്നുള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയാണ് സിന്തറ്റിക് വെറൈറ്റിയുടെ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഓർത്തിരിക്കുക. ഹെട്രോസൈഗസ് ആയിരിക്കും സ്വാഭാവികമായിട്ടും. ഇനി ഇൻബ്രെഡ് ലൈൻസ്, ക്ലോൺസ്, ഓപ്പൺ പോൾ ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ക്രോസ് പോളിനേഷൻ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. ക്രോസ് പോളിനേഷൻ നടക്കുന്ന ക്രോപ്പിൽ മാത്രമേ ഈ സിന്തറ്റിക് വെറൈറ്റി ഉണ്ടാക്കാൻ പറ്റൂ. ഓപ്പൺ പോളിനേഷൻ വഴിയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ വഴിയല്ല, സെൽഫിങ് വഴിയല്ല. Unlike composite variety, exact reconstitution of synthetic variety is possible. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഏതൊക്കെ വെറൈറ്റീസാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അറിയാവുന്നതുകൊണ്ടും അവരുടെ തമ്മിലുള്ള പോസിബിൾ കോമ്പിനേഷൻസ് അറിയാവുന്നതുകൊണ്ടും നമുക്ക് ഇവിടെ എക്സാക്ട് റീകോൺസ്റ്റിറ്റ്യൂഷൻ സാധ്യമാണ്. അതായത് ഒരു പ്രാവശ്യം ചെയ്തത് വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് അതേ വെറൈറ്റീസ് എടുത്ത് വീണ്ടും ഇതേ പ്രോസസ്സ് ചെയ്താൽ മതി. പക്ഷേ കോമ്പോസിറ്റിൽ അങ്ങനെയല്ല. ഹൈബ്രിഡൈസേഷനുമായിട്ട് നോക്കുമ്പോൾ അതിനേക്കാൾ ലെസ് യൂണിഫോം ആണ്. ഹൈബ്രിഡൈസേഷനിൽ കുറച്ചുകൂടെ യൂണിഫോം ആയിട്ടുള്ള കിട്ടും. നമ്മൾ ഇതിലൊരു ഗ്രേഡിങ് നോക്കിക്കഴിഞ്ഞാൽ ലെസ് അട്രാക്റ്റീവ് ദാൻ ഹൈബ്രിഡ്സ് എന്നുള്ളതാണ്. ഷോ മോർ എമൗണ്ട് ഓഫ് ഹെട്രോസിസ് ദാൻ ഓപ്പൺ പോളിനേറ്റഡ് വെറൈറ്റീസ്. ഹൗ ബെറ്റർ ഡിസീസ് റെസിസ്റ്റൻസ്. കാരണം ഇവ കുറേയേറെ വെറൈറ്റീസ് ഉള്ളതുകൊണ്ടും അവയുടെ ഹെട്രോസൈഗോസിറ്റി ഉണ്ടാകുന്നതുകൊണ്ടും ഡിസീസ് റെസിസ്റ്റൻസ് ഒക്കെ ഹൈ ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ കോൺസ്റ്റിറ്റ്യൂന്റ് ജീനോടൈപ്സ് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞ 5 മുതൽ 6 വരെ എന്ന് പറഞ്ഞാൽ മാക്സിമം 10 വരെ ആവാം. 2 മുതൽ 10 വരെ വെറൈറ്റീസ് വെച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര വെറൈറ്റീസ് ഉണ്ടോ അതിനനുസരിച്ച്, എത്ര വെറൈറ്റീസ് നമ്മൾ ഈ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ വർക്ക് വർദ്ധിക്കും, ഏരിയ ഓഫ് കൾട്ടിവേഷൻ ഒക്കെ കൂടുതൽ വേണ്ടി വരും. പക്ഷെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഹെട്രോസൈഗോസിറ്റിയുടെ ലെവൽ ഇൻക്രീസ് ചെയ്യും. സാധാരണ ഇതിൽ 6, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വാല്യൂ, 6 വരെ ചെയ്യാം. ദെൻ ഈ സീഡ്സിൽ നിന്ന് ഫാർമേഴ്സിന് ഫർദർ സീഡ് കളക്ട് ചെയ്ത് വീണ്ടും കൾട്ടിവേറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. അതേസമയത്ത് F1 സീഡ്സ് ആണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഒറ്റ തവണ മാത്രമേ കർഷകർ കൃഷി ചെയ്യാവൂ. അടുത്ത തവണ വരുമ്പോഴത്തേക്ക് ഇതിന്റെ ക്യാരക്ടർ മുഴുവൻ മാറിപ്പോകും. അതുകൊണ്ട് F1-നേക്കാൾ കർഷകർക്ക് കയ്യിൽ വെച്ച് വീണ്ടും കൾട്ടിവേറ്റ് ചെയ്തതിൽ കുഴപ്പമില്ലാത്തതാണ് സിന്തറ്റിക് വെറൈറ്റി എന്ന് പറയാം. അതുപോലെ സിംഗിൾ ക്രോസ് ഹൈബ്രിഡ്സ് ആകുമ്പോൾ ലോവർ ഈൽഡായിരിക്കും, ഡബിൾ ക്രോസ് ആണെങ്കിൽ കൂടും, ഹയർ ക്രോസുകൾ വരുന്നതോറും ഈൽഡ് കൂടും എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത്. പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈബ്രിഡൈസേഷനേക്കാൾ കുറവാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പക്ഷേ കോമ്പോസിറ്റ് വെറൈറ്റിയേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിന്തറ്റിക് വെറൈറ്റിയെ പറ്റി നമുക്ക് പറയാനുള്ളത്. അതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇറ്റ് ഈസ് എ ഫീസിബിൾ മീൻസ് ഓഫ് യൂട്ടിലൈസിംഗ് ഹെട്രോസിസ്. അതായത് ഹൈബ്രിഡൈസേഷൻ നടത്താതെ, ആർട്ടിഫിഷ്യലായിട്ട് ഹൈബ്രിഡൈസേഷൻ നടത്താൻ പോവാതെ ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് നമ്മുടെ ക്രോപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണിത്. ദെൻ അടുത്ത ക്രോപ്പ് ഫാർമേഴ്സിന് റേസ് ചെയ്യാമെന്നുള്ളത്. ഹൈബ്രിഡൈസേഷനിൽ വ്യത്യസ്തമായിട്ട് ഫാർമേഴ്സിന് ഇത് അടുത്ത തലമുറയ്ക്കും ഉപയോഗിക്കാമെന്നുള്ളത്. ഒരു 5-6 തവണ വരെ നമുക്ക് ഈ ഒരു വെറൈറ്റി ഉപയോഗിക്കാം എന്നുള്ളത് ഒരു നേട്ടമാണ്. ദെൻ വ്യത്യസ്തങ്ങളായ വെറൈറ്റീസ് കമ്പൈൻ ചെയ്യുന്നതായതുകൊണ്ട് നേരത്തെ ഇന്നലെ പറഞ്ഞതുപോലെ പ്യുവർ ലൈൻ സെലക്ഷൻ ഉള്ള വലിയ പ്രശ്നമാണ് എൻവയോൺമെന്റ് അഡാപ്റ്റബിലിറ്റി ഇല്ല. എൻവയോൺമെന്റ് മാറുമ്പോൾ അഡാപ്റ്റേഷൻ മാറുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഗ്രോത്ത് പാറ്റേൺ മാറുന്നു എന്നുള്ളത്, അതൊന്നും ഇവിടെ വരത്തില്ല. ഒരു വൈഡ് റേഞ്ച് ഓഫ് എൻവയോൺമെന്റ് അഡാപ്റ്റഡ് ആയിരിക്കും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയാനുള്ളത് ദ പെർഫോമൻസ് ഓഫ് സിന്തറ്റിക് വെറൈറ്റി ക്യാൻ ബി കൺസിഡേർഡ് ഇംപ്രൂവ്ഡ് ത്രൂ പോപ്പുലേഷൻ ഇംപ്രൂവ്മെന്റ് വിത്തൗട്ട് റെഡ്യൂസിങ് വേരിയബിലിറ്റി. അതാണ് പ്രധാനപ്പെട്ട കാര്യം. വേരിയബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നില്ല, പക്ഷേ പോപ്പുലേഷൻ മൊത്തത്തിൽ ഇംപ്രൂവ് ചെയ്യുന്നതായതുകൊണ്ട് അതിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തിരിക്കും. ഈൽഡ് അങ്ങനെയുള്ള മറ്റ് ട്രേഡ്സ് ഇംപ്രൂവ്മെന്റ് കാണിക്കും. അതേസമയം വേരിയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നുമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി എന്ന് നമുക്ക് പറയാവുന്നത്. ദെൻ സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതോ ഒന്നും അത്രമാത്രം സ്കില്ലോ
വർക്ക് ഫോഴ്സോ ഒന്നും ആവശ്യമില്ലാത്തതാണ്. കാര്യം ഹൈബ്രിഡൈസേഷൻ പോലെ വലിയ വർക്കൊന്നുമില്ല. ഓപ്പൺ പോളിനേഷൻ നടക്കുകയാണെങ്കിൽ പോളിനേറ്റിംഗ് ഏജൻസിന് അവിടെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് വർക്ക് ലോഡ് കുറവാണ് എന്നുള്ളതാണ് മറ്റൊരു നേട്ടം. ഡിമെറിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ക്യാരക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്ത് കൈകൊണ്ട് മാനുവലായിട്ട് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നടക്കുന്നതിനേക്കാൾ എന്തായാലും കുറവ് തന്നെയായിരിക്കും പെർഫോമൻസിൽ. ഇവയുടെ ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെർഫോമൻസ് മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈബ്രിഡൈസേഷൻ്റെ അത്ര എത്തില്ല. കാര്യം നാച്ചുറലായിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. അതുപോലെ ക്രോസ് പോളിനേറ്റഡ് ക്രോപ്പിൽ മാത്രമേ ഈ സംഭവം നടക്കത്തുള്ളൂ. സെൽഫ് പോളിനേറ്റഡ് ആണ് ക്രോപ്പെങ്കിൽ ഈ പരിപാടി നടക്കത്തേ ഇല്ല. കാര്യം ക്രോസിംഗ് നടക്കില്ല എന്നുള്ളത് കൊണ്ട്. അതുപോലെ തന്നെ ഈ ജനറൽ കമ്പൈനിങ് എബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രീ റിക്വസിറ്റ് ആണ്. ജനറൽ കമ്പൈനിങ് എബിലിറ്റി കുറവുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ, കുറവുള്ള വെറൈറ്റീസ് ആണെങ്കിൽ അത്തരം വെറൈറ്റീസിന് നമുക്ക് ഈ ബ്രീഡിംഗ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അവയെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെ നമ്മൾ ചെയ്യത്തുള്ളൂ. കാര്യം ക്യാരക്ടേഴ്സ് കമ്പൈൻ ചെയ്യാനുള്ള കഴിവില്ലാത്തതാണ് ഒരു വെറൈറ്റി എങ്കിൽ അതിന് നമുക്ക് ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ദോഷമാണ്. ഹെട്രോസൈഗോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. പാരന്റൽ ലൈൻസ് കൂടുന്തോറും ഹെട്രോസൈഗോസിറ്റി കൂടും. ഹെട്രോസൈഗോസിറ്റി കൂടുന്തോറും സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഡ്യൂറേഷൻ കൂടും. ഡ്യൂറേഷൻ കൂടുമെങ്കിലും ഹെട്രോസൈഗോസിറ്റി അല്ലെങ്കിൽ പാരന്റൽ ലൈൻസിന്റെ എണ്ണം കൂടുമ്പോൾ ഹെട്രോസൈഗോസിറ്റി കൂടുന്നു, അത് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള സമയം കൂടുന്നുവെങ്കിലും സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാലയളവും കൂടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ജീൻ പൂൾ മിക്സ് ആയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നേരത്തെ പറഞ്ഞ എന്താണ് പറയുക, ഹാർഡി വെയിൻബർഗ് ലോ അപ്ലൈ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതിവിടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നമ്പർ ഓഫ് പാരന്റൽ ലൈൻസ്, ലാർജ് നമ്പർ ഓഫ് ജീൻ കോമ്പിനേഷൻസ്, ഇറ്റ് ടേക്സ് മച്ച് ടൈം ടു സ്റ്റെബിലൈസ് അല്ലെ. അപ്പൊ ആ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്താൻ കൂടുതൽ സമയം എടുക്കും. പക്ഷെ സിൻസ് ദ ജീൻ പൂൾ ഇസ് ലാർജ്, the equilibrium time will be high, and since the population size is also very high, the equilibrium will be maintained for a longer period. That means the farmer can use the seed for more generations. 10-15 generation കഴിഞ്ഞാലും വലിയ വ്യത്യാസം വരത്തില്ല. And the chance for further heterozygosity also will be reduced because this gene pool is very high. പുറത്തുനിന്ന് വരുന്നതോ മ്യൂട്ടേഷൻസോ ഒക്കെ സപ്രസ് ചെയ്യപ്പെട്ടു പോകും അല്ലെ. നമ്മൾ പറഞ്ഞില്ലേ, അവിടെ നമുക്ക് മറ്റേ ജനറ്റിക് ഡ്രിഫ്റ്റ് ആലോചിക്കാം. സിൻസ് ദ പോപ്പുലേഷൻ ഇസ് ഹൈ, ഡൈവേഴ്സിറ്റി ഈസ് ഓൾസോ ഹൈ, ദ സിഗ്നിഫിക്കൻസ് ഓഫ് മ്യൂട്ടേഷൻ, ഇൻഡിവിജ്വൽ മ്യൂട്ടേഷൻസ് വിൽ ബി ലെസ് എന്ന പ്രിൻസിപ്പിളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളതിൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നതും കൂടും. കുറേയേറെ കഴിഞ്ഞിട്ടേ അതിനകത്തുള്ള വേരിയേഷൻസ് റൈസ് ചെയ്യപ്പെടുത്തുള്ളൂ. അപ്പൊ ഇത് നമ്മുടെ പാരന്റൽ ലൈൻസിന്റെ എണ്ണവും പ്രോഡക്റ്റിന്റെ പെർഫോമൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. പക്ഷേ പാരന്റ് ലൈൻസ് കൂടുമ്പോൾ നമ്മുടെ വർക്ക് ലോഡ് കൂടും എന്നുള്ളത് ഓർത്തിരിക്കുക. മെത്തേഡ് 2 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ മാക്സിമം പോസിബിൾ ക്രോസിംഗ് നടന്നു എന്ന് ഉറപ്പുവരുത്താൻ കൂടുതൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിനെ പരസ്പരം ക്രോസ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം. ഇതൊന്ന് 2 എക്സാമ്പിൾസ് മാത്രമാണ്. നമുക്ക് മെയ്സിലും പേൾ മില്ലറ്റ്, സൺഫ്ലവർ, ഷുഗർ ബീറ്റ് തുടങ്ങിയവരൊക്കെ നമുക്ക് സിന്തറ്റിക് വെറൈറ്റീസ് ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ ഇക്രിസാറ്റ് നമുക്കറിയാം, ഹൈദരാബാദിലാണ്. അവിടെയും ഷുഗർ ബീറ്റിന്റെ വെറൈറ്റീസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നിരവധി ബജ്ര, കോളിഫ്ലവർ ഒക്കെ നമുക്ക് ഇത്തരം വെറൈറ്റീസ് ഉണ്ടാക്കി എടുത്തതായിട്ടുള്ള അച്ചീവ്മെന്റ്സ് ഉണ്ട്. അതൊരു അച്ചീവ്മെന്റ് ആയിട്ട് ലാസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് കോമ്പോസിറ്റ് വെറൈറ്റിയിലേക്കാണ്. കോമ്പോസിറ്റ് വെറൈറ്റി എന്ന് പറയുമ്പോൾ ഈ നമ്മൾ പറഞ്ഞ എന്താണ് സിന്തറ്റിക് വെറൈറ്റിയുടെ ഒരു കൗണ്ടർ പാർട്ട് തന്നെയാണ്, സിമിലർ തന്നെയാണ്. പക്ഷേ അവയുടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ജനറൽ കമ്പൈനിങ് എബിലിറ്റിയോ വെറൈറ്റിയെ സെലക്ട് ചെയ്ത് ക്രോസ് ചെയ്യാനോ നമ്മൾ പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. അതായത് ഈ എത്ര വെറൈറ്റി ഉണ്ടോ അതിനെ എല്ലാം ഒരുമിച്ച് കളക്ട് ചെയ്ത് ആ സീഡെല്ലാം ഒരുമിച്ച് നടുന്നു. നോക്കുക, ഇൻ ക്രോസ് പോളിനേറ്റഡ് ക്രോപ്സ് ദ മിക്സ്ചർ ഓഫ് ജീനോടൈപ്പ് from several sources is maintained in bulk. From one generation to the next is referred to as composite variety. That's all. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? Anybody talking? ക്ലിയർ അല്ലേ? കേൾക്കുന്നുണ്ടോ പറഞ്ഞത്?
യെസ്, ആരോ മൈക്ക് ഓൺ ചെയ്യുമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, ദെൻ അല്ലെങ്കിൽ വേറെ തരത്തിൽ ഡിഫൈൻ ചെയ്താൽ കോമ്പോസിറ്റ് വെറൈറ്റി ഈസ് എ വെറൈറ്റി ഡിറൈവ്ഡ് ഫ്രം അഡ്വാൻസ് ജനറേഷൻ ഓഫ് റാൻഡം മേറ്റഡ് ഔട്ട്സ്റ്റാൻഡിംഗ് ലൈൻസ്. അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഉള്ള നിരവധി ലൈൻസ് നമുക്കൊരു പോപ്പുലേഷനിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിനെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്നു, സീഡ്സ് ഒരുമിച്ച് കളക്ട് ചെയ്യുന്നു, എന്നിട്ട് അവയെ അടുത്ത സ്റ്റെപ്പിലാണ് ഐസൊലേഷൻ വരുന്നത്. ദേ ആർ ഗ്രോൺ ഐസൊലേറ്റഡ് അലൗവിങ് ഓപ്പൺ പോളിനേഷൻ. ഇതാണ് സ്റ്റെപ്പ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ സിന്തറ്റിക് വെറൈറ്റിയിൽ പറഞ്ഞ ജനറൽ കമ്പൈനിങ് എബിലിറ്റി ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നില്ല, ഒരു വെറൈറ്റിയും ഒഴിവാക്കുന്നുമില്ല. അപ്പോൾ തമ്മിൽ കമ്പൈനിങ് എബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കുന്നില്ല. 10 എണ്ണമെങ്കിൽ 10, 100 100, എത്ര വെറൈറ്റി അവൈലബിൾ ആണോ അതിന്റെ എല്ലാം സീഡ്സ് ഒരുമിച്ച് കളക്ട് ചെയ്തിട്ട് നമ്മൾ അവയെ ഓപ്പൺ പോളിനേഷൻ വിധേയമാക്കുന്നു. Mixing the seeds of several phenotypically outstanding lines produce a composite variety and encouraging open pollination to produce crosses in all combinations among the mixed lines. ഇതാണ് പ്രോസസ്. ഇപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ചില വെറൈറ്റീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മാത്രം കമ്പൈനിങ് വേണ്ടി, അതായത് സക്സസ്ഫുൾ റീകോമ്പിനേഷൻ നടക്കുമോ, ജനറ്റിക്കലി കോമ്പാറ്റബിൾ ആണോ, അഥവാ ക്രോസ് ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രം നമ്മൾ അന്വേഷിച്ചാൽ മതി. അവയുടെ ക്യാരക്ടേഴ്സ് എത്രത്തോളം കമ്പൈൻ ചെയ്യപ്പെടുന്നു എന്നുള്ളത് നമ്മളവിടെ പരിശോധിക്കുന്നില്ല. ദ ലൈൻസ് ടു പ്രൊഡ്യൂസ് കമ്പോസിറ്റ് വെറൈറ്റി ആർ റയർലി ടെസ്റ്റഡ് ഫോർ ദിസ് ജനറൽ കമ്പൈനിങ് എബിലിറ്റി ആസ് ദ സിന്തറ്റിക് വെറൈറ്റീസ്. അതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. പക്ഷേ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, റയർലി ടെസ്റ്റഡ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ജനറ്റിക് ഇൻകോമ്പാറ്റബിലിറ്റി ഉണ്ടെങ്കിൽ അത് നമ്മുടെ സീഡ്സിന്റെ നമ്പറിനെയൊക്കെ ബാധിക്കും. അതിന് അബോർട്ടീവ് എംബ്രിയോ ഉള്ള സീഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ, ഏതെങ്കിലും വെറൈറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ മൊത്തം പ്ലാനിങ്ങിനെ, ബ്രീഡിംഗ് പ്ലാനിനെ അഫക്റ്റ് ചെയ്യുന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള വെറൈറ്റീസിനെ മാത്രം മാറ്റി നിർത്തും. ബാക്കി കിട്ടാവുന്ന എല്ലാത്തിനെയും ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് ക്രോസിംഗ് നടത്തും എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദെൻ മിക്സിംഗ് ദ സീഡ്സ് ഓഫ് വേരിയസ് ജീനോടൈപ്സ് വിച്ച് ആർ സിമിലർ ഇൻ മെച്യൂരിറ്റി. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, മിക്സ് ചെയ്യുമ്പോൾ എല്ലായിടത്തും മിക്സ് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും ഡ്യൂറേഷൻ ഒരുപോലെ ആയിരിക്കണം. ചില ചെടികൾ 3 മാസം കഴിയുമ്പോൾ പൂടും, അടുത്ത 4 മാസം കഴിയുമ്പോഴേ പൂടത്തുള്ളെങ്കിൽ അവയെ മിക്സ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഫ്ലവർ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കണം. അതുപോലെ ഹൈറ്റ് ഏകദേശം ഒരുപോലെ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വെറൈറ്റീസിൽ ചില നീളം കുറഞ്ഞത് നല്ല നീളം കൂടിയതായി പോകും. സീഡ് സൈസ്, കളറ്, ഇതൊക്കെ ശ്രദ്ധിക്കണം. എല്ലാ വെറൈറ്റി ഒരുപോലെ കമ്പയർ പറ്റത്തില്ല. ഇത്തരം ക്യാരക്ടേഴ്സ് നോക്കിയിട്ട് സിമിലർ ആയിട്ടുള്ളവ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ദ വെറൈറ്റീസ് മെയിൻറ്റെയിൻഡ് ബൈ ഓപ്പൺ പോളിനേഷൻ. ആ സീഡ്സ് കർഷകർക്ക് 3-4 വർഷത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ 3-4 ജനറേഷൻസ്, ഉദ്ദേശിക്കുന്നത് 3-4 ജനറേഷൻസ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ എല്ലാ വെറൈറ്റീസും ഉൾപ്പെടുത്തുന്നുള്ളത് കൊണ്ട് തന്നെ അവർ പ്രഡിക്ഷൻസ് വിൽ ബി ലിമിറ്റഡ്. ഹൈബ്രിഡൈസേഷനിലാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 90% പ്രഡിക്റ്റ് ചെയ്യാം, ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അതായിരിക്കും റിസൾട്ട് എന്നാണ്, അല്ലേ? ഒന്നുകിൽ ദിസ് റിസൾട്ട് വി ക്യാൻ സീ ദിസ് റിസൾട്ട് ഓർ ദ അതർ റിസൾട്ട് വിൽ ബി എഫക്റ്റഡ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം. നേരത്തെ പറഞ്ഞ സിന്തറ്റിക് വെറൈറ്റി ആണെങ്കിൽ പോലും നമുക്ക് കുറേയേറെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇന്ന വെറൈറ്റീസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്, അതിന് ഇന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്, അതുകൊണ്ട് വരുന്ന പ്രോജക്റ്റ് ഇതൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ഇതൊക്കെ ഉണ്ടാവും, നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ എല്ലാ വെറൈറ്റീസും കൂടെ കമ്പൈൻ ചെയ്യുന്നതായതുകൊണ്ട് വി കനോട്ട് പ്രഡിക്റ്റ് ദ yield ഓഫ് കോമ്പോസിറ്റ് വെറൈറ്റീസ്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ പക്ഷേ സിന്തറ്റിക് വെറൈറ്റീസ് പോലെ കോമ്പോസിറ്റ് വെറൈറ്റീസിലും ഓപ്പൺ പോളിനേഷൻ തന്നെയാണ് അവൈലബിൾ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് റാൻഡം കോമ്പിനേഷൻ നടക്കും എന്നുള്ളത് കൊണ്ടും ഹെട്രോസൈഗസ് ആയ എന്നാൽ യൂണിഫോം ആയ ഒരു പ്രോജനി ആയിരിക്കും നമുക്ക് F1 കിട്ടുക, അല്ലേ? അപ്പൊ ഈ ജേംബ്ലാസം ആണ്, ജേംബ്ലാസം എന്ന് വെച്ചാൽ ഡിഫറെന്റ് പോപ്പുലേഷൻസിൽ കളക്ട് ചെയ്യുന്ന തന്നെയാണെങ്കിൽ ജേംബ്ലാസം റിസർവ്സ് എന്ന് പറയാം. നമുക്ക് അവയെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് കോമ്പോസിറ്റ് വെറൈറ്റീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ ഇൻഡിവിജ്വൽ നമ്പർ അല്ലാത്തതുകൊണ്ട് നമ്മൾ ജേംബ്ലാസം എന്ന വാക്കിലേക്ക് പോകുന്നത്. ജേംബ്ലാസം എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിലുള്ള ജനറ്റിക് മെറ്റീരിയലാണ്. മറ്റത് ഓരോ ഇൻഡിവിജ്വലിലുള്ള ജനറ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മൾ ജീനോ ടൈപ്പ് എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചത് സിന്തറ്റിക് വെറൈറ്റിയിൽ. ഇവിടെ നമ്മൾ പറയുന്നത് ജേംബ്ലാസം എന്നാണ്. കാരണം എന്താ വെച്ചാൽ ലാർജ് നമ്പർ ഓഫ് പോപ്പുലേഷൻ ഉപയോഗിക്കാണ്ട് ഓരോ പോപ്പുലേഷനും ഒരു ജേംബ്ലാസം ഉണ്ടാവും എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളുടെ ആ വാക്ക് ഉപയോഗിക്കുന്നത്. അതിൽ കൺഫ്യൂഷൻ ആവശ്യമില്ല. ഒരുപാട് പ്ലാന്റ്സ് പരസ്പരം കമ്പൈൻ ചെയ്യുന്നു, അവയുടെ ഹയർ എബിലിറ്റീസ് കിട്ടുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. പ്രൊസീജിയർ നോക്കുക വളരെ സിമ്പിളാണ്, ഒരു വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ ജനറൽ കമ്പൈനിങ് എബിലിറ്റി നോക്കണ്ട. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ ടു നമ്പർ ഓഫ് ലൈൻസ്, അതുകൊണ്ട് അതും നോക്കേണ്ട ആവശ്യമില്ല.
ആ ലൈൻസിലെല്ലാം യൂണിഫോം ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് വേണമെന്നേ ഉള്ളൂ. അതായത് എത്ര നാൾ ഡ്യൂറേഷൻ, ഇൻസെക്ട് റെസിസ്റ്റൻസ് ഏതൊക്കെ പാറ്റേൺ ആണുള്ളത്, ഡ്രൗട്ട്, ഫ്രോസ്റ്റ് തുടങ്ങിയവയൊക്കെ ആയിട്ടുള്ള റെസ്പോൺസ് എങ്ങനെയാണ്, ഹൈറ്റ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ മാത്രം സിമിലർ ആയിരുന്നാൽ മതി. പിന്നെ ഈ ഡിസൈഡ് സെലക്ടഡ് ലൈൻസ് മിക്സ്ഡ് ടുഗദർ ആൻഡ് റാൻഡം മേറ്റിംഗ് ഈസ് അലൗഡ് ഫോർ 4 to 5 ജനറേഷൻസ്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു 4-5 തലമുറ ഇതിനെ മിക്സ് ചെയ്ത് ഗ്രോ ചെയ്താൽ മാത്രമേ അത് ഇത്രയും ഡൈവേഴ്സിറ്റി ഉള്ളത് കൊണ്ട് സ്റ്റെബിലൈസ്ഡ് ആയി കിട്ടത്തുള്ളൂ. അതിനുശേഷം മാത്രമേ നമ്മൾ കർഷകർക്ക് റിലീസ് ചെയ്യത്തുള്ളൂ. സച്ച് യൂണിഫോം പോപ്പുലേഷൻസ് ടെസ്റ്റഡ് ഇൻ റെപ്ലിക്കേറ്റ് ടൈപ്സ്. അത് എല്ലാത്തിലും ഉണ്ട് കേട്ടോ, അത് കോമൺ ആയിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. ഈ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത വെറൈറ്റി പഴയ വെറൈറ്റിയേക്കാൾ നല്ലതാണോ, എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് എല്ലാം ടെസ്റ്റ് ചെയ്യണം. നമ്മൾ പറയാമല്ലോ, വിത്തിൻ ദ ഗ്രൂപ്പ് വേരിയേഷൻസ്, ബിറ്റ്വീൻ ദ ഗ്രൂപ്പ് വേരിയേഷൻസ്, പെർഫോമൻസിലെ ബെറ്റർ പെർഫോമൻസ് ഏതാണ് എന്നൊക്കെയുള്ള ഫൈൻഡിങ്സ് ഒക്കെ സ്വാഭാവികമായിട്ട് നടത്തും. കമ്പാരിബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നില്ല എന്ന കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫീച്ചേഴ്സ് എന്തൊക്കെ വെച്ചാൽ ഹെട്രോജിനസ്, സ്വാഭാവികമായിട്ടും ഹെട്രോജിനസ് ആയിരിക്കും. പിന്നെ ക്രോസ് പോളിനേറ്റഡ് ആണെങ്കിൽ മാത്രമേ, ഓപ്പൺ പോളിനേറ്റഡും ക്രോസ് പോളിനേറ്റഡും ആയത് മാത്രമേ നമുക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റത്തുള്ളൂ. ഹെട്രോസൈഗസ് വെറൈറ്റിയാണ്. പക്ഷേ കർഷകർക്ക് ഇത് 3-4 വർഷം വരെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇത് റിലീസ് ചെയ്തതിന് ശേഷം there can be 2 or more constituent genotypes. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. 2-ലധികം നമ്മൾ നേരത്തെ പറഞ്ഞ 2 മുതൽ 10 വരെ എന്ന റെസ്ട്രിക്ഷൻ സിന്തറ്റിക് വെറൈറ്റിക്ക് ഉണ്ട്. പക്ഷെ ഇവിടെ റെസ്ട്രിക്ഷൻ വന്നപ്പോൾ 2-ലധികം എന്നേ പറയുന്നുള്ളൂ. 10 എന്ന ലിമിറ്റ് വയ്ക്കുന്നില്ല, എത്ര വേണമെങ്കിലും ആകാം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അച്ചീവ്മെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നോക്കിയാൽ 6 കോമ്പോസിറ്റ് വെറൈറ്റീസ് ഓഫ് മെയ്സ്, അംബർ, ജവഹർ, കിസാൻ, വിക്രം, സോന, ഇതെല്ലാം തന്നെ റിലീസ് ചെയ്യപ്പെട്ടു പണ്ട് തന്നെ. അതുപോലെ തന്നെ ബജ്ര റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മെയ്സ്, നിരവധി വെറൈറ്റീസ് മെയ്സിന്റെ റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടും നമ്മളൊന്ന് കമ്പയർ ചെയ്താൽ, ഈ സിന്തറ്റിക് വെറൈറ്റിയും കോമ്പോസിറ്റ് വെറൈറ്റിയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സിന്തറ്റിക് വെറൈറ്റീസിൽ ക്രോസിംഗ് ഇൻ ഓൾ കോമ്പിനേഷൻസ് ഓഫ് നമ്പർ ഓഫ് ലൈൻസ് ദാറ്റ് കമ്പൈൻ വെൽ വിത്ത് ഈച്ച് അതർ അതാണ് നമ്മൾ അറിഞ്ഞത്. അതായത് ഈ 6 എണ്ണമായാലും 8 എണ്ണമായാലും 10 എണ്ണമായാലും അവയുടെ എല്ലാ കോമ്പിനേഷൻസും നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മൾ സിന്തറ്റിക് വെറൈറ്റി ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ കോമ്പോസിറ്റ് വെറൈറ്റിയിൽ അവ തമ്മിൽ ക്രോസ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നില്ല. അവയുടെ ജനറൽ കമ്പാരിബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നില്ല. അവയെല്ലാം മിക്സ് ചെയ്യുന്നു, ഒരുമിച്ച് കൾട്ടിവേറ്റ് ചെയ്യുന്നു, ഓപ്പൺ പോളിനേഷൻ വിധേയമാക്കുന്നു, സീഡ്സ് കളക്ട് ചെയ്യുന്നു. ഒരുതരം പ്യുവർ മാസ് സെലക്ഷൻ പോലെ നമ്മൾ എടുക്കുന്നു. ഇവിടെ 4 to 10 numbers of parents are involved. ഇവിടെ കോമ്പോസിറ്റ് വെറൈറ്റിയിൽ മെനി പേരൻസ് ആർ ഇൻവോൾവ്. സിന്തറ്റിക് വെറൈറ്റിയിൽ ഇറ്റ് ഈസ് ടെസ്റ്റഡ് ഫോർ ജനറൽ കമ്പാരിബിലിറ്റി. കോമ്പോസിറ്റ് വെറൈറ്റിയിൽ അങ്ങനെ പരിപാടിയില്ല. യൂണിഫോം ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ളതിനെല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷേ സിന്തറ്റിക് വെറൈറ്റിയിൽ കോസ്റ്റ് ലെസ് ദാൻ കോമ്പോസിറ്റ് വെറൈറ്റിയാണ്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 3-4 തലമുറ വളർത്തേണ്ടി വരുന്ന ഉള്ളൊരു പ്രശ്നമുണ്ട്. ഹൈ ഡൈവേഴ്സിറ്റി ഉണ്ട് എന്നുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ട് കുറച്ച് കോസ്റ്റ് കൂടുതലാണ്. പക്ഷേ കോമ്പോസിറ്റ് വെറൈറ്റിക്ക് സിന്തറ്റിക് വെറൈറ്റിക്കാൾ കോസ്റ്റ് കൂടുതലാണെങ്കിലും ഹൈബ്രിഡൈസേഷൻ അത്രയും വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കോസ്റ്റിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ സിന്തറ്റിക് വെറൈറ്റിയാണ് ഏറ്റവും കുറവ് കോസ്റ്റ്, കോമ്പോസിറ്റ് വെറൈറ്റിക്ക് അതിനേക്കാൾ കൂടുതൽ കോസ്റ്റ്. എന്നാൽ ഹൈബ്രിഡൈസേഷൻ, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നമ്മൾ പറയുമ്പോൾ അത് ഇതിനേക്കാൾ കോസ്റ്റ് കൂടുതൽ എന്നുള്ളതാണ് വരുന്നത്. അതുപോലെ ഹെട്രോസിസ് അല്ലെങ്കിൽ ഹൈബ്രിഡ് വിഗർ എന്ന ക്യാരക്ടർ നോക്കുന്ന സമയത്ത് സിന്തറ്റിക് വെറൈറ്റിക്ക് ഹൈബ്രിഡ് വിഗർ കുറവായിരിക്കും ആക്ച്വൽ ഹൈബ്രിഡിനേക്കാൾ. പക്ഷേ സിന്തറ്റിക് വെറൈറ്റിയേക്കാൾ കൂടുതൽ ഹെട്രോസ് ഉണ്ടാവും കോമ്പോസിറ്റ് വെറൈറ്റി. ഇങ്ങനെയാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. റീകോൺസ്റ്റിറ്റ്യൂഷൻ സിന്തറ്റിക് വെറൈറ്റിയിൽ പോസിബിൾ ആണ്. അതായത് നമുക്ക് 6 വെറൈറ്റിയാണ് ഉള്ളത്, 6 വെറൈറ്റീസ് ആണ് നമ്മൾ എടുത്തതെന്ന് നമുക്കറിയാം. അവയെ നമുക്ക് വീണ്ടും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ കോമ്പോസിറ്റ് വെറൈറ്റി റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കത്തില്ല. കാര്യം നമ്മൾ മാക്സിമം സീഡ്സ് കളക്ട് ചെയ്ത് ഒരുമിച്ചാണ് ഗ്രോ ചെയ്യുന്നത്. അതുകൊണ്ട് ഏതൊക്കെയായിരുന്നു ആദ്യം ചെയ്തത് അതെല്ലാം ഒന്നുകൂടെ അതുപോലെ എടുക്കാമെന്ന് വെച്ചാൽ നമുക്ക് പാടാണ്. നമുക്കറിയില്ല എത്ര എന്തൊക്കെ ഉണ്ടെന്ന് അറിയില്ല, ഉള്ള എല്ലാം നമ്മൾ കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ എങ്ങനെയൊക്കെ പരസ്പരം ക്രോസ് ചെയ്തു എന്നുള്ളത് നമുക്കറിയില്ല. ഒരു പ്രാവശ്യം ചെയ്തു, വെറൈറ്റി കിട്ടി, നമ്മൾ റിലീസ് ചെയ്തു എന്നുള്ളതല്ലാതെ ഇതേ സാധനം വീണ്ടും ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചാൽ പറ്റത്തില്ല. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിന്റെ സീഡ്സ് നമുക്ക് റിറ്റൈൻ ചെയ്യാമെന്നല്ലാതെ ഇതേ രീതിയിൽ ബ്രീഡിംഗ് റിപ്പീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ ഹൈബ്രിഡൈസേഷനിലാണെങ്കിലും ഹൈബ്രിഡൈസേഷൻ വളരെ കൃത്യമായിട്ട് നമുക്ക് സാധിക്കും. സിന്തറ്റിക് വെറൈറ്റീസിൽ ഒരു പരിധി വരെ നമുക്ക് സാധിക്കും റീകോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ മെയിൻ്റനൻസ് ഓഫ് വെറൈറ്റി എന്ന് പറയുന്നത് സിന്തറ്റിക് വെറൈറ്റിയിൽ വളരെ ഈസിയാണ്. കാരണം നമുക്ക് അതിൻ്റെ പേരൻറ്റൽസിന് വ്യക്തമായിട്ട് അറിയാം, അതിൻ്റെ കോമ്പിനേഷൻസ് അറിയാമെന്നുള്ളതുകൊണ്ട്. പക്ഷേ കോമ്പോസിറ്റ് വെറൈറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്ന് പറയുന്നത് പ്രധാന പാടാണ്. ദർ ഈസ് ചാൻസ് ഫോർ ഫർദർ റീകോമ്പിനേഷൻസ് എന്നുള്ളതാണ്. സിന്തറ്റിക് വെറൈറ്റിയിൽ ഹൈബ്രിഡൈസേഷൻ പോലെ പറ്റത്തില്ലെങ്കിലും ഒരു പരിധി വരെ പെർഫോമൻസ് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കോമ്പോസിറ്റ് വെറൈറ്റിയിൽ നമുക്ക് പെർഫോമൻസിനെ പറ്റി, ഈൽഡിനെ പറ്റി പ്രഡിക്ഷൻസ് കറക്റ്റായി ചെയ്യാൻ സാധ്യമല്ല. പക്ഷേ നമുക്ക് ബെറ്റർ ഈൽഡ്, ബെറ്റർ ക്വാളിറ്റി ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. കാരണം ഇതൊരു
കോമ്പോസിറ്റ് വെറൈറ്റി, ഹൈബ്രിഡ് വിഗർ എന്നുള്ള ഫിനോമിനൻ ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അത് എങ്ങനെയൊക്കെ ആയിരിക്കും പറയാൻ പറ്റില്ലെങ്കിലും ബെറ്റർ പെർഫോമൻസ് ഉറപ്പുവരുത്താൻ പറ്റും. പക്ഷേ എന്തായിരിക്കും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ദീസ് ആർ അബൌട്ട് കോമ്പോസിറ്റ് വെറൈറ്റി ആൻഡ് സിന്തറ്റിക് വെറൈറ്റി. താങ്ക് യു.